നമസ്കാരം. ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കാൻഡിഡേറ്റ്സിനും സ്വാഗതം. ഇന്ന് റെയിൽവേയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ. സെക്ഷൻ കൺട്രോളർ എന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നേക്കുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. ഇത് നോട്ടിഫിക്കേഷൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ അതിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. അപ്പം എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 15/9/2025 തൊട്ടാണ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 14/10/2025 വരെ. ഏതാണ്ട് ഒരു മാസത്തോളം സമയമുണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, അപ്ലൈ ചെയ്യാനായിട്ട്. പേയ്മെൻറ്റ് ഫീ നടത്താനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 16/10/2025 ആണ്. അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കൂടെ നമുക്ക് എന്തുകൊണ്ട് സമയമുണ്ട് പേയ്മെൻറ്റ് നടത്താനായിട്ട്. ഓക്കെ, ബാക്കി എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. ഇനി ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വേക്കൻസിയും മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത ഒരു പേജിൽ പറയുന്നുണ്ട്. ഈ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത് പേ ലെവൽ 6 വരുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ഇനിഷ്യൽ പേയ്മെൻ്റ് ആയിട്ട് അവർ പറയുന്നത് 35,000 ആണ്. ഈ 35,000 നിങ്ങൾ നോക്കണ്ട, ഇതിൻ്റെ ഓവർ ടൈമും ബാക്കി അലവൻസും കാര്യങ്ങളും എല്ലാം കൂടി ചേർത്ത് വരുമ്പോഴത്തേക്കും ഏതാണ്ട് ഇതിൻ്റെ ഇരട്ടിയുള്ള സാലറി എന്ത് ചെയ്യും, ഉറപ്പായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് 82 ആണ്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് 1/1/2026 വെച്ചിട്ടാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 20 വയസ്സ് തൊട്ട് 23 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത്. പിന്നെ പതുപോലെ OBCക്ക് 3 കൊല്ലം റിലാക്സേഷൻ, അതായത് 36 വയസ്സ് വരെ. SC/STക്ക് 5 കൊല്ലം റിലാക്സേഷൻ, അതായത് 38 വയസ്സ് വരെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ വേക്കൻസിയും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. 368 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഒരു പേജിൽ എക്സാമിൻ്റെ സ്റ്റേജസിനെ പറ്റി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത് ആദ്യം ഒരു സിംഗിൾ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും, CBT ഉണ്ടാവും. അതിൽ കഴിഞ്ഞതിന് ശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും പിന്നെ മെഡിക്കൽ എക്സാമിനേഷനുമാണ് ഉണ്ടാവുക. ഇതിൽ 70% വെയിറ്റേജ് ടു CBT, ആദ്യം നമ്മൾ എഴുതുന്ന എക്സാമിൻ്റെ 70%, അത് കഴിഞ്ഞ ശേഷം CBAT കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ 30%മാണ് എന്ത് ചെയ്യുക, മെറിറ്റിലേക്ക് പരിഗണിക്കുക. അത് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ അതുപോലെ നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് 1/3 മാർക്കാണ് എന്തായിട്ട് പറയുന്നത്, നെഗറ്റീവ് മാർക്കായിട്ട് പറയുന്നത്. ഇനി നോട്ടിഫിക്കേഷൻ്റെ 12ാമത്തെ പേജിൽ A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നത് ഡിസ്റ്റന്റ് വിഷൻ 6/9 വിത്തൗട്ട് ഗ്ലാസ് വേണം എന്നാണ് പറയുന്നത്. അത് ഗ്ലാസ് ഉപയോഗിക്കാണ്ട് തന്നെ 6/6 ആണ് പെർഫെക്റ്റ് വിഷൻ എന്ന് പറയുന്നത്. 6/9 എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഗ്രേഡാണ്. അപ്പം 6/6 എന്ത് വേണം, വിത്തൗട്ട് ഗ്ലാസ്സിൽ വേണം. അതുപോലെ തന്നെ നിയർ വിഷൻ വന്നിട്ട് 0.66 വിത്തൗട്ട് ഗ്ലാസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് എടുത്ത് പറയുന്നുണ്ട്, candidates who have undergone LASIK surgery or any other surgery procedure to correct refractory error are not eligible for the post having medical standard A2 in the notification എന്നാണ് പറയുന്നത്. അതായത് ലാസിക് സർജറിയോ മറ്റെന്തെങ്കിലും സർജറിയോ എന്താണ് ഈ വിഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ നോട്ട് എലിജിബിൾ, അവർ എലിജിബിൾ അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മെഡിക്കലി ഫിറ്റ് അല്ല എന്നാണ് എന്ത് ചെയ്യുന്നത്, എഡിക്റ്റീവ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് പ്രകാരം പറയുന്നത്. അത് നോട്ടിഫിക്കേഷനകത്ത് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ലാസിക് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ ഇന്നെലിജിബിൾ ആകും എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നോട്ടിഫിക്കേഷൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഏജ് ലിമിറ്റിൻ്റെ കാര്യമാണ് അടുത്ത് നമുക്കിവിടെ നോക്കാനുള്ളത്. ഇത് 20 തൊട്ട് 33 വയസ്സ് വരെ എന്ന് പറഞ്ഞു. അപ്പം അത് 2026 ജനുവരി 1 തൊട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോഴത്തേക്കും ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ EWS കാറ്റഗറി ആണെന്നുണ്ട് എങ്കിൽ 2/1/1993 ശേഷം ജനിച്ച ആൾക്കാരായിരിക്കണം. അതുപോലെ തന്നെ OBC ആണെന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, 2/1/1990 ശേഷം ജനിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി SC/ST ആണെന്നുണ്ടെങ്കിൽ 2/1/1988 ശേഷം ജനിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ലോവർ ഏജ് ലിമിറ്റ് പറയുന്നത് എല്ലാവർക്കും സെയിം ആണ്, 1/1/2006 ആണ്. ഓക്കെ, അതായത് ഇതിന് മുമ്പ് ജനിച്ച ആൾക്കാർക്കാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി ഏജ് റിലാക്സേഷനൊക്കെ ആദ്യമേ തുടക്കത്തിലെ പറഞ്ഞതാണ്. OBCക്ക് 3 കൊല്ലം, SC/STക്ക് 5 കൊല്ലമൊക്കെ. അതിനെപ്പറ്റിയൊക്കെ വളരെ വിശദമായി ഈ പേജിൽ പറയുന്നുണ്ട്. ഇനി ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെന്നുണ്ട് എങ്കിൽ ഇനി അടുത്ത പേജിൽ എക്സാമിനേഷൻ ഫീയെ പറ്റി പറയുന്നുണ്ട്. എല്ലാ കാൻഡിഡേറ്റ്സിനും എന്താണ് 500 രൂപയാണ് എക്സാമിൻ്റെ ഫീസായിട്ട് പറയുന്നത്. അതായത് ജനറൽകാർക്ക്
മെയിൽ കാൻഡിഡേറ്റ്സിന് എന്താ പറയുന്നത് 500 രൂപയാണ് ഫീസായിട്ട് പറയുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റോ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ്മെൻ ആണെന്നുണ്ട് എങ്കിൽ 250 രൂപയുമാണ് എന്ത് പറയുന്നത് ഫീസ് പറയുന്നത്. ഈ 500 രൂപ ഫീസ് വാങ്ങുന്നതിനകത്ത് നമ്മൾ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 1 എക്സാം അറ്റൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, പാസ്സാവണമെന്നൊന്നുമില്ല, അറ്റൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൽ 400 രൂപ അവരെന്ത് ചെയ്യും, നമുക്ക് തിരിച്ചു തരും. റെയിൽവേ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ നോട്ടിഫിക്കേഷനും അവർ ഇതിൽ ഫീസ് വാങ്ങുന്നതിനകത്ത് അവർ ഒരു 100 രൂപ എക്സാം ആയിട്ട് എടുത്തിട്ട് ബാക്കിയുള്ള ഫീസ് എന്ത് ചെയ്യും, അവർ റീഫണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ SC/ST കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ 250 രൂപയും എന്ത് ചെയ്യുന്നുണ്ട്, റീഫണ്ട് ചെയ്യും എന്നാണ് പറയുന്നത്. CBT 1 അതായത് ഫസ്റ്റ് സ്റ്റേജ് എക്സാം എഴുതുന്ന ആൾക്കാർക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ പൈസ റീഫണ്ട് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ എക്സാമിൻ്റെ സ്റ്റേജസ് വളരെ വിശദമായി ഒന്ന് നോക്കാം. അതിൽ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഒരു CBT ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം CBAT കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പിന്നെ മെഡിക്കൽ എക്സാമിനേഷനാണ് ഉണ്ടാവുക. ഇതിനകത്ത് ഈ CBT 1 അതായത് ടോട്ടൽ എത്രയുണ്ട്, 120 മിനിറ്റ് സമയമാണെന്നാണ് പറയുന്നത്. ഈ 120 മിനിറ്റ് സമയത്തിനകത്ത് 100 ക്വസ്റ്റ്യനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടിട്ടുള്ളത്, അറ്റൻഡ് ചെയ്യേണ്ടിട്ടുള്ളത്. ഇതിൽ ഓരോ ക്വസ്റ്റ്യനും തെറ്റിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് 1/3 മാർക്ക് എന്തുകൊണ്ട് നെഗറ്റീവ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം സിലബസ് ഓഫ് CBT എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് 2 പേപ്പറാണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് അനലിറ്റിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ കാപ്പബിലിറ്റി, അതായത് നമ്മുടെ മാത്തമെറ്റിക്സ് തന്നെയാണ് പറയുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് ലോജിക്കൽ റീസണിങ് ഉണ്ട്, ലോജിക്കൽ കാപ്പബിലിറ്റി, അത് ലോജിക്കൽ റീസണിങ് ഉണ്ട്, മെൻ്റൽ റീസണിങ് ഉണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഉള്ളത്. അപ്പോൾ അതിലേക്ക് നോക്കുമ്പോഴത്തേക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോഴത്തേക്കും 120 മിനിറ്റിൽ 60 ക്വസ്റ്റ്യൻ മാത്തമെറ്റിക്കൽ കാപ്പബിലിറ്റിക്കാണ് ഉള്ളത്. അതുപോലെ ലോജിക്കൽ കാപ്പബിലിറ്റിക്ക് 20 ക്വസ്റ്റ്യനും മെൻ്റൽ റീസണിങ്ങിന് 20 ക്വസ്റ്റ്യനും, അങ്ങനെ ടോട്ടൽ ഓഫ് 100 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് 120 മിനിറ്റ് സമയമാണ് പറയുക. ഇത് CBT 1 ആണ്, അതായത് ആദ്യത്തെ ഫേസിന്റെ എക്സാമിന്റെ സിലബസും കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനി നമുക്കിതിൽ നോക്കാനുള്ളത് വേക്കൻസിയെ പറ്റിയാണ്. സോൺ വൈസുള്ള വേക്കൻസി വളരെ വിശദമായി തന്നെ അതിൽ PDF കൊടുത്തിട്ടുണ്ട്, ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് ഇതിനകത്ത് ബാംഗ്ലൂർ സോണിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ബാംഗ്ലൂർ സോണിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിയറസ്റ്റ് അടുത്ത് വരുന്നത് ചെന്നൈയാണ് അടുത്ത് നമുക്ക് നിയറസ്റ്റ് സോണായിട്ട് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ നിയറസ്റ്റ് ആയിട്ടുള്ളത് സെക്കന്ദരാബാദും ഉണ്ട്, തിരുവനന്തപുരവും ഉണ്ട്. നമ്മുടെ സെക്കന്ദരാബാദും ഉണ്ട്, തിരുവനന്തപുരം ഉണ്ട്. എല്ലായിടത്തും കൂടെ ടോട്ടൽ വേക്കൻസിയാണ് ഈ 368 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സോൺ വൈസ് ആയിരിക്കും അപ്ലൈ ചെയ്യുക. നോക്കുക നമ്മുടെ സോണിനകത്ത് എത്രത്തോളം വേക്കൻസി ഉണ്ടോ നോക്കുക, നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പം ഇത്രയുമാണ് ഈ നോട്ടിഫിക്കേഷനകത്ത് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ളത്. അപ്പം എല്ലാവരും അടുത്ത മാസം പകുതി വരെ ഡേറ്റ് ഉണ്ട്, പക്ഷേ അതുവരെ നീട്ടിക്കൊണ്ട് പോകരുത്. അതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും അപ്ലൈ ചെയ്യുക. ഈ റെയിൽവേയുടെ എക്സാം എന്ന് പറയുന്നത് ബാക്കി ഇതുപോലെ തന്നെ മാത്സ് റീസണിങ്ങിൽ നമ്മൾ ബാക്കി എക്സാംസിന് വേണ്ടി പഠിച്ച അതേ സിലബസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അവിടെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഉപകാരപ്പെടും. അതുകൊണ്ട് മോക്ക് ടെസ്റ്റുകൾ എടുക്കുക, എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.